ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫുൾഫിൽമെന്റ് വിഷ്, നൊസ്റ്റാൾജിയ, ഡിസിഷൻസ് ആൻഡ് മൂൺ എനർജിയാണ്, ഇൻറ്റ്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതും നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു നല്ല നല്ല മെമ്മറീസ് എല്ലാം അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പഴയ കാലം വീണ്ടെടുക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണലി അവർക്ക് നിങ്ങളോട് ഭയങ്കരമായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഫുൾഫിൽമെന്റ് എന്ന് വെച്ചാൽ ഒരു സക്സസ് വേണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഇവരുടെ ഉള്ളില് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇമോഷൻസിൽ ഫിയർ തങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുതരം ഭയം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ചിലവരുടെ കേസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിക്കാനായിട്ട് തടസ്സമുള്ള എന്തെങ്കിലും തേർഡ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ സാഹചര്യങ്ങളോ മറ്റോ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഡിസിഷൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, അതിപ്പോ ഫിയർ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവരൊരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിൽ നിന്നും അവർക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് നിങ്ങളെ വേണം എന്നുള്ള രീതിക്ക്. അപ്പൊ ലൈഫ് ലോങ് ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആ ഒരു വിഷ് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തികളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഇമോഷണലി ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളോട് തോന്നുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.